What's your ruling on seeking assistance from the jinn? This is totally prohibited. And I know that there is what is called as a Salafi group in India. And I went there and I met them. And I met the counterpart in Kerala. And I sat with both of them. And I told those who say that, yeah, this is not shirk because there is a hadith. The hadith is weak. And you're dependent on a weak hadith, an interpretation that is not authentic. And you're opening the door for shirk by saying that it's okay to shout for the angels or to shout for the jinn to guide me. I know a man in Indonesia who operates on people with his fingernail and takes cancer tumors, claiming that he has jinn to help him. So is this permissible? This is shirk. So don't listen to these people. They are not part of the Salafi group unless they change their aqeedah. And finally, അങ്ങനെ ഒരു ഷെയ്ഖ് കേരളത്തിൽ വന്ന് സംസാരിച്ച കാര്യം സോഷ്യൽ മീഡിയയിലാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. അതിനപ്പുറത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരാൾ പോലും ഏതായിരുന്നാലും അത്തരം ഷെയ്ഖിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് തീർച്ചയാണ്. ഇനി ആ ഷെയ്ഖ് എന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, എപ്പോഴാണ് വന്നത്, ആരെയാണ് കണ്ടത് എന്നൊക്കെ അല്ലാഹു അഅലം നമുക്കാർക്കും അറിയില്ല. ഒരു ദുർബല ഹദീസ് അടിസ്ഥാനമാക്കി ഒരാളും ഒരു അസുലും ഉണ്ടാക്കാൻ പാടില്ല. നമ്മളാരും ഏതായിരുന്നാലും ഉണ്ടാക്കിയിട്ടുമില്ല, ഉണ്ടാക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചൊരിക്കലും നമ്മെ ബാധിക്കുന്ന വിഷയമേ അല്ലതാനും. ഇനി മറ്റേതെങ്കിലും സംഘങ്ങൾ കണ്ടോ, മറ്റേതെങ്കിലും വ്യക്തികൾ കണ്ടോ, അതോ വാദിയും പ്രതിയുമെല്ലാം ഒരേ ആളുകൾ തന്നെ ആയിരുന്നുവോ എന്നൊക്കെ അള്ളാഹുവിനറിയാം. ഏതായാലും ആ പറയപ്പെട്ട ഷെയ്ഖ് ആസിം, അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ ഇത്തരം വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ധാരാളം സംഭവങ്ങളും ചോദ്യോത്തരങ്ങളും പരാമർശങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്തരം ഹദീസ് നിഷേധ പ്രവണതയുമായി വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ആ ഷെയ്ഖിൻ്റെ പേര് പോലും പറയാൻ കഴിയാത്ത വിധമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഉള്ളത്. അതൊക്കെ ഒന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇറക്കിയാൽ തന്നെ പിന്നൊരിക്കലും ആ ഒരു ക്ലിപ്പുമായി അത്തരം ആളുകൾ നടക്കുകയില്ല എന്നതാണ് വസ്തുത. നമ്മെ സംബന്ധിച്ച ജീവിതത്തിൻ്റെ ഏത് രംഗത്തും റഹ്മാനായ റബ്ബിനോട് മാത്രമാണ് തേട്ടമുള്ളത്. അതിനപ്പുറത്ത് റബ്ബിൻ്റെ ഒരു പടപ്പിനോടും ഒരു നേട്ടവും ഇല്ലാതിരിക്കുക, അനുവദനീയമായ സഹായാർത്ഥനകൾ പോലും പരമാവധി മനുഷ്യരോട് പോലും ചോദിക്കാതിരിക്കുക, പടച്ച റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുകയും റബ്ബ് അനുവദിച്ച അനുവദനീയമായ വഴികളെ, മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം. അഹ്ലുസുന്ന പൊതുവെ നയമായി സ്വീകരിച്ചതും അങ്ങനെ തന്നെയാണല്ലോ. ഏത് മഖ്ലൂക്കിനോടും ചോദിക്കുക എന്നത് അഹ്ലുസുന്നയുടെ ഒരാളും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് എന്ന് മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി ഇമാം റഹിമഹുല്ലാ ശറഹുൽ അർബഈനയിൽ പറഞ്ഞുവല്ലോ, ഇല്ല അന്ന സുആലൽ മഖ്ലൂഖി മദ്മൂമുൻ, സൃഷ്ടിയോട് ചോദിക്കുക എന്ന് തന്നെ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ ആവർത്തിച്ചു പറയുന്ന ആശയമായിരുന്നു സുആലുൽ മഖ്ലൂഖി ബിൽ മഖ്ലൂഖി, അല്ലെങ്കിൽ ഇസ്തിഗാസത്തുൽ മഖ്ലൂഖി ബിൽ മഖ്ലൂഖി കസ്തിഗാസത്തുൽ ഗരീഖി ബിൽ ഗരീഖ് വകസ്തിഗാസത്തുൽ മസ്ജൂനി ബിൽ മസ്ജൂൻ എന്ന്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുക എന്നത് മുങ്ങി മരിക്കാൻ പോകുന്നൊരുത്തൻ മുങ്ങി മരിക്കാൻ പോകുന്ന മറ്റൊരുത്തനോട് എന്നെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെടും പോലെയാണ് എന്നാണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കുപ്രചാരങ്ങളും അവസാനിക്കുമ്പോൾ ഇത്തരം ഏതെങ്കിലുമൊക്കെ ചില പഴയകാല ക്ലിപ്പുകൾ പൊടി തട്ടിയെടുത്ത് അതിന് നല്ലൊരു ടൈറ്റിലും നൽകി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ കുറച്ച് ആളുകളെങ്കിലും
തെറ്റിദ്ധരിക്കാനത് ഇടയായേക്കാമെന്ന ധാരണയിൽ നിന്നാണ് അത്തരം പ്രചാരണങ്ങൾ ഉടലെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് കുറേ നന്മകൾ അപ്പുറത്ത് വേറെ ഉണ്ട് എന്നാണ്. ഈ ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചരിച്ചപ്പോൾ പല ആളുകളും നമ്മളൊക്കെ വാട്സപ്പിൽ ചോദിക്കും, എന്താ വസ്തുത? പത്തപ്പരിയം സംവാദം എന്ന് പറയുന്ന ഒരു സംവാദം, അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി, ഇത് കേട്ടോളൂ, ഇതിലുണ്ട് എല്ലാം. അതുകൊണ്ട് ആ കാലത്ത് പത്തപ്പരിയം സംവാദം കേൾക്കാത്ത ആളുകൾ കൂടി ഇന്നത് കേൾക്കാനും അന്ന് കേട്ടവർക്ക് വീണ്ടും കേൾക്കാനും ഇതിൽ ഹേതുവായി മാറി എന്ന ഖൈറ് അതിന് പിന്നിലുണ്ട്. ഒരുപക്ഷെ അന്നൊക്കെ ഒരു 8-10 കൊല്ലം മുമ്പായതുകൊണ്ട് ആ സംവാദം കേൾക്കാൻ അന്ന് അവസരം കിട്ടാത്തവർ, അന്നൊരു പക്ഷേ ലൈവായി ഈ കൂട്ടായ്മയുടെ കൂടെ ഇല്ലാതിരുന്നവർ, അവർക്കൊക്കെ ഇന്ന് ആ സംവാദം ഒന്നുകൂടെ കേൾക്കാൻ, അത് ശ്രദ്ധയിൽ വരാനാണ് അത്തരം പ്രചാരണങ്ങൾ നിമിത്തമാകുന്നത് എന്ന് കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ വൈജ്ഞാനികമായി പഠനാർഹമായി നടത്തിയ ഒരു നല്ല സംവാദമാണ് ഇടവണ്ണക്കടുത്ത് പത്തപ്പിരിയത്ത് നടന്ന വാദപ്രതിവാദം. യൂട്യൂബിൽ ലഭ്യമാണ്. സമയമുണ്ടാക്കി അതൊന്ന് കാണാൻ കൂടി ശ്രമിക്കണേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.